കിട്ടിയിരുന്നില്ല ഒരു കാര്യം ചോദിക്കട്ടെ, 11 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരിക്കേറ്റ പലരുടെയും അവസ്ഥ അത് ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പരിക്കേറ്റവരുടെ എണ്ണം എത്രയാണ്? അതിൽ എത്ര പേർ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു? ഒപ്പം ഈ ധനസഹായം അത് 10 ലക്ഷം രൂപയാണ് ഈ മരിച്ചവരുടെ ആശ്രിതർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇനിയൊരു ധനസഹായ പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയുണ്ട്. എന്താണ് സർക്കാർ അത് സംബന്ധിച്ച് തീരുമാനിച്ചിരിക്കുന്നത്? അതായത് 50ഓളം ആളുകൾക്കാണ് പരിക്ക് ഏറ്റിരുന്നത്. ഇതിൽ 17 ആളുകൾ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ അർദ്ധരാത്രിയോടെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയിട്ടുണ്ട്. അവർക്കെല്ലാം നിസ്സാര പരിക്കുകളാണ് ഉണ്ടായത്. ബാക്കിയുള്ള 33 ആളുകളാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഏതായാലും അവരുടെ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇന്നലെ 6ഓളം ആളുകൾ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നെങ്കിൽ ഇന്ന് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് രാവിലെ ആശുപത്രിയിൽ നിന്ന്, ബൗറിംഗ് ആശുപത്രിയിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 11 പേരുടെ ജീവൻ പൊലിഞ്ഞു. ഇവരെല്ലാം തന്നെ തിരിച്ചറിയാനായിട്ടുണ്ട്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, കൂടുതലും ഈ മരിച്ചവരിൽ കുട്ടികളാണ്. അതായത് പലരും പ്രായപൂർത്തിയാകാത്ത 15ഓ 16ഓ വയസ്സുള്ള കുട്ടികളാണ് മരിച്ചവരിൽ കൂടുതൽ ഉള്ളത്. സ്ത്രീകളുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. ഈ തിരക്കിലേക്ക് കുട്ടികളെയും കൊണ്ട് വരരുത് എന്ന് പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ അതൊന്നും പാലിക്കാതെ മാതാപിതാക്കൾക്കൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും നിരവധി കുട്ടികൾ ഈ സ്റ്റേഡിയത്തിന്റെ പരിസരത്തേക്കൊക്കെ എത്തിയിരുന്നു. അവരൊക്കെ ഈ അപകടത്തിൽപ്പെട്ടു. ഇന്നലെ കൊല്ലപ്പെട്ട ഈ അപകടത്തിൽ മരിച്ച ശ്രീധരൻ, എന്തായാലും ആ ദൃശ്യങ്ങൾ അത് എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു അനാസ്ഥ, ആ അനാസ്ഥയെ തുടർന്ന് 11 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സംഭവത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ ചരിത്രത്തിലേക്ക് ഒരു വിജയത്തിന്റെ ആഹ്ലാദ നിമിഷം കുറിക്കപ്പെടേണ്ട ഇടത്ത് അതൊരു ദുരന്തത്തിന്റെ കണ്ണീരിന്റെ ചിത്രമായിട്ട് ആ ദിവസം മാറുകയായിരുന്നു ഇന്നലത്തെ ആ ദിവസം. എന്തായാലും ഇതിൽ RCB കൂടി മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്തത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പോലീസിന്റെ അനുമതി ഇല്ലാതെ നടന്ന വിജയാഘോഷ റാലിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓക്കെ, ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക്. We never expected such a incident would have happened. Of course, no one no political party or no officials doesn't want. They have done their best in there, but it was uncontrollable crowd. We never expected such a big following. After 18 years, they have been looking at something great. It was a team effort which has happened, and you see the crowd. They have left all their jobs, all their places, and their bed. The entire Vidhan Sabha came on the streets outside. I could see the Manipal Hospital, all the other IT people, everything were crowd. Entire HAL staff was there in the airport itself. God willingly, I am telling you, this is unexpected crowd and the vibrant crowd. It is not a crowd like ordinary crowd. You have seen, your cameras have seen, your eyes have seen, your ears have seen. What more you want? I feel sorry. I apologize for the great incident. Thank you.